ഞാൻ ഗ്രൂപ്പിൽ അതിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ കണ്ട്, രണ്ടാമത്തെ ഞാൻ കണ്ടില്ല. അപ്പൊ ജസ്റ്റ് അത് കാണുമ്പോൾ ക്ലിയർ ആവും അത്. ഓക്കെ. ആ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും വേണ്ട അതിന്. എന്നാലും അറിഞ്ഞിരിക്കാൻ നല്ലതാണ് എപ്പോഴും പ്രൈസ് ആക്ഷൻ. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് അനാലിസിസ് പഠിക്കാം. ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റും ഡൗൺ ട്രെൻഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചർ അറിയാവോ? കഴിഞ്ഞ ദിവസം ഏതോ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യണായിരിക്കും ഏതൊരു മാർക്കറ്റ്. അത് അപ്സൈഡ് പോകുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചർ അറിയാവോ? അറിയാം. പറഞ്ഞു ജസ്റ്റ് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് അപ്സൈഡ് ആണെങ്കിൽ പിന്നെ ഇത് നമ്മളെ ഹയർ ലോ ഹയർ ലോ ആ ലെവലല്ലേ? ഇത് എഴുതി വെച്ചിട്ടില്ലല്ലേ? അത് അറിയാൻ അപ്പൊ അറിയാം എന്തായാലും ബ്രോന്. മറന്നു പോയതാണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. ഹയർ ലോവർ ഹൈ അങ്ങനെ എന്തല്ലേ അത്? ഹയർ ഹൈസും ഹയർ ലോസും അത്ര വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അറിയാം, ഇത് കണ്ടാൽ അറിയാം. പറഞ്ഞിട്ട് മനസ്സിലായി. ജസ്റ്റ് എന്തോ ടച്ച് വിട്ട് അത്രേ ഉള്ളൂ. ഇത് കണ്ടോ? ഹൈ കുറച്ച് ദിവസമായാലും ക്ലാസ്. ഉറപ്പായിട്ട് ഒരു ഹൈ, നെക്സ്റ്റ് ഹയർ ലോ, ഹയർ ഹൈ. ഇതാണ് അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് അല്ലേ? ഇതാണ് അപ്സൈഡ് പോകുന്ന മാർക്കറ്റ്. ഓക്കെ ഉണ്ടോ? എപ്പോഴും മാർക്കറ്റ് കണ്ടോ? അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് ഒരിക്കലും ഉണ്ടോ? ഇവിടുന്ന് അപ്സൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അഗൈൻ ഡൗൺ വരുമ്പോ ഈ ലോ കട്ട് ചെയ്തിട്ടാൻ പാടില്ല. ഈ ലോ കട്ട് ചെയ്തിട്ടാൻ പാടില്ല. താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ മാർക്കറ്റിന്റെ പഴയ ഹൈ ഏതോ വരിക, പഴയ സ്വിംഗ് ഹൈ ഏതോ വരിക, ഇതാണ് വരിക അല്ലെ? ഇതിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും വേണം. ഈ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും വേണം. ഓക്കെ ഉണ്ടോ? യെസ് ഉണ്ടോ? അത് നേരത്തെ പറഞ്ഞാണ്. ഒരു ഹയർ ഹൈയും അതുപോലെ തന്നെ ഹയർ ലോയും മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ട് അപ്സൈഡ് മൂവ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇതാണ് അപ് ട്രെൻഡ് സ്ട്രക്ചർ. നമ്മൾ എടുക്കുന്നത് ക്യാരക്ടർ ചേഞ്ച് നടക്കുന്നത്. ക്യാരക്ടർ ചേഞ്ച് നമ്മളൊരു ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടുപിടിക്കുന്നത് എന്തിനാ? നമ്മളിപ്പോ ബ്രോ ഒരു പെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണമായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആവട്ടെ, ആ ഒരു പെയറിന്റെ ട്രെൻഡ് എന്താന്ന് അറിയണം. ആ ട്രേഡിന്റെ ട്രെൻഡ് എന്താന്ന് അറിയണം അല്ലെ? എന്നിട്ട് മാത്രം അത് ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റിൽ അപ് സൈഡ് ട്രേഡ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നേരത്തെ ഡൗൺ അപ് സൈഡ് പോകുന്ന മാർക്കറ്റിൽ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ട്രെൻഡ് എന്താണെന്ന് ആദ്യം, അതാണ് ട്രെൻഡ് അനാലിസിസ്. അപ്പോ അപ്പൊ എപ്പോഴും ഈ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ട്രെൻഡ് എന്താന്ന്. ജസ്റ്റ് വെറുതെ നമ്മൾ വെച്ച് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മള് ട്രെൻഡ് ഈ ടൂൾ കണ്ടോ? നമ്മുടെ ഈ ടൂൾ ബോക്സിൽ 1 2 3 4 5 പാത്ത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അറിയാൻ പറ്റും. ടൂളിന്റെ പേര് പാത്ത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പോകുന്ന മാർക്കറ്റ്, നമ്മൾ അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് എന്ന് മുതലാണ്? ഇപ്പൊ ട്രേഡ്സ് ആകുമ്പോൾ നമുക്ക് അപ്സൈഡ് ട്രേഡ്സ് എടുക്കാം, ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കാം അല്ലെ? ട്രേഡ് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ മാത്രമാണ് അപ്സൈഡ് മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ട്രേഡ് ആകുമ്പോൾ അപ്സൈഡ് ഡൗൺസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡൗൺ സൈഡ് എടുക്കാം, അതുപോലെ അപ്സൈഡും ട്രേഡ്സ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് ഇതിന് ട്രെൻഡ് ചേഞ്ച് ആയി അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അപ്സൈഡ് ട്രേഡ്സ് നോക്കാതിരിക്കുന്നത്. ഈ ഒരു പെയർ ഇപ്പൊ ഗോൾഡിന്റെ ചാർട്ട് നോക്കാം. ഈ ഒരു പെയറിൽ ട്രെൻഡ് അപ്പാണ് അല്ലെ? ട്രെൻഡ് അപ്സൈഡ് ആണ്. ഇതിന് ഇനി വരും നാളെ മുതൽ ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ്സ് അല്ലെങ്കിൽ അപ്സൈഡ് ട്രേഡ്സ് നോക്കാതിരിക്കണമെങ്കിൽ, ഒന്നല്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അപ്സൈഡ് ട്രേഡ്സ് എടുക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവണം. ഇതിന്റെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടാണോ അല്ലെ? ഇത് ഡൗൺ സൈഡ് ആയാൽ പിന്നെ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ്സ് അല്ലേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആയാൽ പിന്നെ അപ്സൈഡ് ട്രേഡ്സ് എടുക്കില്ല. ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റിൽ അപ്സൈഡ് ട്രേഡ്സ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിന് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് ഇപ്പൊ ഇതിനെ വിളിക്കുന്ന ഈ ഏരിയക്ക് വിളിക്കുന്ന പേരെന്താ അറിയോ? ഇതൊക്കെ ഹയർ ഹൈസും ഹയർ ലോസും പറഞ്ഞു അല്ലെ? ഇതിന് മറ്റൊരു പേരാണ്, ഇതിന് സ്വിംഗ് ഹൈ വിളിക്കും. സ്വിംഗ് ഹൈ, SWINGHIGH, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ. അത് കോമൺ നെയിം ആണ്. നമ്മള് ചെറിയ കല്ലാണെങ്കിൽ വലിയ കല്ലാണെങ്കിൽ കല്ല് എന്തിനാ വിളിക്കുക അല്ലെ? അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിന് എല്ലാത്തിനും സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ എന്ന് വിളിക്കുക. ഒരു കോമൺ നെയിം ആണ് സ്വിംഗ് ലോ, സ്വിംഗ് ഹൈസ്. ഓക്കെ.
ഓക്കെ. മാർക്കറ്റ് എപ്പോഴും അങ്ങനെ മാർക്കറ്റ് അപ്സൈഡ് കയറിപ്പോ സിംഗ് ലോ സിംഗ് ഹൈ സിക്സ് ആക് ഫോർമേഷനിൽ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുക. അത് അപ്സൈഡ് എന്നല്ല ഡൗൺ സൈഡ് അങ്ങനെ തന്നെ മാർക്കറ്റ് സിക്സ് ആക് ഫോർമേഷനിലാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് ഇറങ്ങുക. ഓക്കെ, അപ്പൊ ഈ ഉം. ഇത്രയും പറഞ്ഞ് ക്ലിയർ അല്ലേ? ട്രെൻഡ് ഓക്കെ. ചേഞ്ച് ആവണത് പറയാൻ പോവാണ്. ഉം. ഓക്കെ, പറയട്ടെ. ആ. യെസ്, ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് വൺസ് ആദ്യമായിട്ട് ഇങ്ങനെ പ്രീവിയസ് സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ പ്രീവിയസ് സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് ഇതാണ് ക്യാരക്ടർ ചേഞ്ച്. ഈ ഏരിയക്ക് നമ്മൾ ക്യാരക്ടർ ചേഞ്ച് എന്ന് വിളിക്കാം. ഈ ട്രെൻഡിന്റെ ഈ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു പെയറിന്റെ ട്രെൻഡ് മൊത്തത്തിൽ ഈ അപ് ട്രെൻഡ് ടോട്ടലി ചേഞ്ച് ആയ ഒരു ഏരിയ ഇതാണ് അല്ലെ. അപ് സൈഡ് പോകുന്ന മാർക്കറ്റ് കണ്ടോ ഇവിടെ. നമ്മൾ സപ്പോർട്ട് വരയ്ക്കേണ്ടതുണ്ടോ അവിടെ? യെസ്, അതാണ് എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം. ഓക്കെ, കണ്ടോ ഈ സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ മാർക്കറ്റ് ആദ്യമായിട്ടാണ് പ്രീവിയസ് സിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെ. മാർക്കറ്റ് കണ്ടോ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ല ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇവിടെ ഇതും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കണ്ടോ ഈ ഒരു പോയിന്റിൽ ഇത് ആദ്യമായിട്ട് സിംഗ് ലോ ബ്രേക്ക് ചെയ്തു അല്ലെ. അത്ര കാലം മാർക്കറ്റിൽ സംഭവിക്കാത്തൊരു കോൺഫിഡൻസ് ആ സമയത്ത് സംഭവിച്ചു അല്ലെ. ഇവിടെ മുതൽ മാർക്കറ്റ് ചിലപ്പോൾ 2021 ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് 2021 തന്നെ ചിലപ്പോ മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ജൂണിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സിനേറിയോ മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അത്ര കാലത്തെ അപ് ട്രെൻഡ് കഴിഞ്ഞു, ഇനി മേ ബി ഡൗൺ ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ ഇങ്ങനെ പോകുന്ന മാർക്കറ്റിൽ നമ്മൾ അപ് സൈഡ് ട്രേഡ്സ് എടുക്കില്ല, ഡൗൺ സൈഡ് ട്രേഡ്സ് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ മേ ബി അതുണ്ടോ, അപ്പൊ ഈ സപ്പോർട്ട് കണ്ടോ, എവിടെ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കാൻ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇത് സപ്പോർട്ട് ആയിരുന്നു അല്ലേ പ്രീവിയസ് മാർക്കറ്റിലുള്ള സമയങ്ങളിൽ, പ്രീവിയസ് ഡേയ്സിൽ സപ്പോർട്ട് ആയിരുന്നു. വീണ്ടും അഗെയിൻ ഇവിടെ റീടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാം. വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്താൽ ഇവിടെ അഗെയിൻ ഡൗൺ സൈഡ് ട്രേഡ്സ്. യെസ്, അല്ല മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറാം. ഇത് കട്ടുണ്ട്, ഈ ലെവൽ കട്ട് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഇതൊക്കെ സെല്ലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു എക്സാക്ട് ഇത് നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യലും അതുപോലെ ഇതൊക്കെ സെല്ലിംഗ് പോയിന്റ് പറഞ്ഞില്ലേ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ഇരിക്കുന്നത് ഈ ഏരിയയിലാണ്. അത് ഏതാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അത് ഏതാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇതാണ് ഈ സപ്പോർട്ട് പോയിന്റ്. ഈ സപ്പോർട്ട് ഇത് ഇവിടെ സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ട് ബ്രേക്ക് ആയി പിന്നെ എന്ത് സംഭവിച്ചു, പുതിയ റെസിസ്റ്റൻസ് ആയി. ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണ്ട ചെറിയ ട്രേഡ്സ് എടുക്കാം. ഒരു 1:1 അല്ലെങ്കിൽ 1:2 ഒക്കെ ട്രേഡ്സ് നോക്കാം. എന്താ ഇപ്പൊ ഇവിടെ നമ്മൾ ട്രേഡ്സ് എടുക്കാം. ഈ ലെവലിൽ ട്രേഡ് എടുക്കുക. ഇതിന്റെ മേലെ തന്നെ SL വെക്കാം. ഇവിടെ ട്രേഡ്സ് എടുത്ത് ഇവിടെ SL വെക്കുക, ഇവിടെ TP വെക്കുക. ഇത്ര ചെറിയ ലെവൽ 1:1 ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് ഡെയിലി ഒരു 1% ഒക്കെ ഒരു ട്രേഡിന് അച്ചീവ് ചെയ്യാൻ പറ്റിയ വലിയ പ്രോഫിറ്റ് ആണ് അല്ലെ. നമുക്ക് നമ്മുടെ മെയിൻ 15 മിനിറ്റിന്റെ 15 മിനിറ്റിലേക്ക് ട്രേഡ്സ് എടുക്കാം. അത് ആ ടൈം ഫ്രെയിം പറഞ്ഞാൽ ഈ കോൺഫിഡൻസ് മനസ്സിലാക്കിയാൽ മതി. ഹയർ ഹൈസും ഹയർ ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റിൽ ആദ്യമായിട്ട് പ്രീവിയസ് സിംഗ് ലോ ബ്രേക്ക് ആയാൽ അതാണ് ട്രെൻഡ് ചേഞ്ച്. അതിന് വിളിക്കുന്ന പേര് ക്യാരക്ടർ ചേഞ്ച്. ഷോർട്ട് നെയിം വിളിക്കുന്നത് COCH. ഓക്കെ, COCH വിളിക്കുന്നത്. ഇതിന് ഫുൾ നെയിം ക്യാരക്ടർ ഓഫ് ചേഞ്ച് എന്ന് പറയും. ഓക്കെ അല്ലേ? COCH ക്യാരക്ടർ ഓഫ് ചേഞ്ച്. ഓക്കെ അല്ലത്? ഓക്കെ, ഇത് അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് ഡൗൺലോഡ് ചേഞ്ച് ആവുന്നതാണ്. ഇപ്പൊ ഞാൻ അടുത്ത് പറയാനുള്ളത് നമ്മളൊരു അപ്സൈഡ് ട്രേഡ്സ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒന്നിലെ ട്രെൻഡ് ഇങ്ങനെ ആവണം, അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റ് ആവണം. അല്ലാത്ത പക്ഷം അത് ഡൗൺ സൈഡ് ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ അല്ലെ. ഇത് ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ അല്ലേ? അല്ലേ? ഇത് ഡൗൺ ട്രെൻഡ് കർവ് ഉണ്ടോ? ഈ ഹൈന് താഴെ ഈ ഹൈ വരുന്നത്, ഇതിന് താഴെ അടുത്ത സിംഗ് ഹൈ കണ്ടോ. എല്ലാ ഹൈസ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മാർക്കറ്റ് കണ്ടോ ഈ ഹൈന് പ്രീവിയസ് ഹൈന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ട്രെൻഡ് ചേഞ്ച്. ഇങ്ങനെ ബ്രേക്ക് ആയ ഇതാണ് ക്യാരക്ടർ ചേഞ്ച്. ഓക്കെ, പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര കണ്ടോ ഇങ്ങനെ ഡൗൺ വന്നാൽ നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ. ഇത് ട്രെൻഡ് അനാലിസിസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്കിനേക്കാളും ഇമ്പോർട്ടൻസ് ഇതാണ്. കഴിഞ്ഞ ദിവസം എടുത്ത് അറിയേണ്ടതല്ല, അതും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് മാർക്കറ്റ് പ്രീവിയസ് ആയി ബ്രേക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഡൗൺ സൈഡ് ഡൗൺ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ നമുക്ക് ബൈയിങ് പോയിന്റ്സ് ആണ്. നമ്മളിങ്ങനെ താഴത്തേക്ക് വരുമ്പോഴേക്കും സെല്ല് ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് ബൈയിങ് പോയിന്റ്സ് ആണ് വരുന്നത്. നമ്മുടെ ബൈയിങ് പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഇത് ഇങ്ങോട്ട് വരുമ്പോ
ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ബൈങ് പോയിന്റ് എന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം താഴത്തേക്ക് വരും നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഒരു ടൂൾ നമുക്കുണ്ട്. വരും ദിവസങ്ങൾ പരിചയപ്പെടുത്തണം. നല്ല നല്ല വിന്നിംഗ് റേറ്റ് ഉള്ള നല്ല ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി പിന്നെ സപ്പോർട്ട് ആവും അല്ലേ? അപ്പൊ വേണമെങ്കിൽ ഈ സപ്പോർട്ട് നിന്നൊക്കെ ട്രേഡ്സ് അപ്ലൈ ചെയ്യാം, അപ്സൈഡ് ട്രേഡ്സ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഇതാ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മേ ബി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ്സ് എടുക്കില്ല. ഓക്കെ ആണല്ലോ. ഡൗൺ സൈഡ് വരുന്ന മാർക്കറ്റിൽ നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കണമെങ്കിൽ ആദ്യമായിട്ട് ഒരു ട്രെൻഡ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടാവും, ഒരു ട്രെൻഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവണം. അതാണ് COCH, ക്യാരക്ടർ ഓഫ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, COCH ഫുൾ നെയിം ക്യാരക്ടർ ഓഫ് ചേഞ്ച്. ഓക്കെ അല്ലേ? ഇത് ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമായിരിക്കും നമ്മളിതിൽ അപ്സൈഡ്, ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമായിരിക്കും ഇതിൽ നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റ് തന്നെ. ചിലർ പറയും ഇവിടെ സ്ട്രോങ് ഗ്രീൻ, അവിടെ ചിലർ പറയും സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആണല്ലോ, അല്ലെങ്കിൽ നല്ല അടിപൊളി മാർബസ് ക്യാൻഡിൽ ഉണ്ടോ അതുകൊണ്ട് ബൈ എടുത്ത് പറയും. ഞാൻ ചോദിക്കുന്നത് ഇതാ ഇങ്ങനെ പോകുന്ന മാർക്കറ്റിൽ ഇവിടെ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഇട്ടായിരിക്കും, അതുകൊണ്ട് ബൈ പോകണമെന്നില്ലല്ലോ. കാരണം എന്താ ആ പെയറിന്റെ ട്രെൻഡ് തന്നെ ഡൗൺ ആണ് അല്ലെ? ആ ഡൗൺ ട്രെൻഡ് ചിലപ്പോൾ ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും സ്ട്രോങ് ആയിട്ട് വരും. അത് റെഡ് ക്യാൻഡിൽ വന്നിട്ട് സെല്ലോ, ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ബൈയോ ഒന്നും ഇല്ല. പക്ഷെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തോട്ടാണ് അതൊക്കെ. മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണോ അതനുസരിച്ച് നമ്മൾ മൂവ്. റീടെസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന അങ്ങനത്തെ ലെവൽസ് ബ്രേക്ക് ചെയ്യുന്ന നല്ല സ്ട്രോങ് ലെവലിലാണ് ട്രേഡ്സ് ആകും. അങ്ങനത്തെ ലെവൽസ് കഴിഞ്ഞ ബ്രേക്കിംഗിൽ നമുക്ക് എത്രയും കൺഫർമേഷൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ മർബൂസ് കാൻഡിൽ പഠിച്ചില്ലേ? മർബൂസ് കാൻഡില് ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഇതാ 1 ഹവറില് ഇത് നമ്മുടെ ബാച്ച് 5 നമ്മുടെ ബാച്ചിലല്ല, നമ്മുടെ ബാച്ച് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തില്ല. ബാച്ച് 5 ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പാ. ഇത് ട്രെൻഡ് വരുന്നത്, ഇത് ട്രെൻഡ് ലൈൻ അല്ലേ? അല്ലേ? ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഏതാ? മർബൂസ് ക്യാൻഡിൽ അല്ലേ? മർബസ്, ബുള്ളിഷ് മർബസു. ഇവിടെ ട്രേഡ്സ് എടുത്തൂടെ? ഇതിൽ ട്രേഡ് എടുത്തൂടെ? ഓക്കെ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രെൻഡ് എന്താ? ഈ ട്രെൻഡ് മാർക്ക് ചെയ്തോ, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രെൻഡ് മാർക്ക് ചെയ്തു അല്ലെ? ട്രെൻഡ് എന്ത് അല്ലെ? ഡൗൺ ട്രെൻഡ് ആണ് അല്ലെ? ഇവിടെ എന്ത് സംഭവിച്ചു അല്ലെ? അതുപോലെ തന്നെ വേറെ ആലോചിച്ചാൽ മതി. ഇവിടുന്ന് കണ്ടോ ഇത്രയും താഴത്തേക്ക് മേലേക്ക് പോയി, താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു പഴയ ഹൈ ബ്രേക്ക് ചെയ്താല ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ താഴത്തേക്ക് ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് പുതിയ ലോ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, താഴത്തേക്ക് ആൾക്കാർ മാർക്കറ്റിനെ ഇറക്കി വിടുന്നില്ല. ഡൗൺ സൈഡ് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി പോണ്ടേ? താഴത്തേക്ക് ഇറങ്ങി പോയില്ല എന്ത് സംഭവിക്കണം? അവിടുത്തെ ബയ്യേഴ്സ് അതിന് താഴത്തേക്ക് ഇറക്കി വിടുന്നില്ല. സോ അവിടെ ബൈയിങ് പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ബൈയിങ് പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കയറി പോകാൻ ചാൻസ്, പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ, ഷുവർ അല്ല. അപ്പൊ അങ്ങനത്തെ ലെവലിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സിനേറിയോയിലാണ് നമുക്ക് കണ്ടത് ഇങ്ങനത്തെ നല്ല അടിപൊളി ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്. നല്ലൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അല്ലെ? ആ ബ്രേക്ക് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ബുള്ളിഷ് മർബോസ് കാൻഡിൽ ബ്രേക്ക് ചെയ്ത്, അതാണ് നമുക്ക് ഡബിൾ കൺഫർമേഷൻ. ഓക്കെ ആണോ? അവിടെ നമുക്ക് ട്രേഡ്സ് നോക്കാം. അതില് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാ അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റ് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ഇങ്ങനെ പോകുന്ന മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കില്ല. അപ്പൊ നമുക്ക് തോന്നും ഇത്രയും കയറി നിൽക്കില്ലേ, ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഇല്ലേ തോന്നും. അപ് ട്രെൻഡ് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വെച്ച് പെർഫോം ചെയ്തേക്കാം. ഒരിക്കലും നമ്മൾ ട്രെൻഡിന് അഗേൻസ്റ്റ് ട്രേഡ് ചെയ്യില്ല. അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കില്ല. ഇതിൽ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കണമെങ്കിൽ ആദ്യമായിട്ട് പ്രീവിയസ് സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യണം. ഈ സ്വിംഗ് ലോ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അതാണ് ട്രെൻഡ് ചേഞ്ച്. ഇവിടുന്ന് മാത്രമായി നമ്മൾ ഇതിന് ശേഷം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? ക്യാരക്ടർ ചേഞ്ച്. ഷോർട്ട് നെയിം COCH. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്യാരക്ടർ ഓഫ് ചേഞ്ച്.
ബ്രോ ക്ലാസ്സിൽ കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അടുത്ത ക്ലാസ് മറന്നു പോകും കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തേക്കാൻ നല്ലത്. ഒരു ബുക്ക് എടുത്ത് വെറുതെ just- നമ്മളെ ഈ ജോലിന്റെ പ്രശ്നങ്ങളും എല്ലാം കൂടി ആ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. എനിക്കറിയാം, നല്ല കമ്പനിയകത്ത് പിന്നെ എനിക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ 2 ദിവസമായിട്ട് സുഖമില്ലാത്ത ഭയങ്കര ആ വിഷയവും അല്ല, കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട്. റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പേടിക്കണ്ട. ഞാൻ പക്ഷെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങള് ഒരു PDF ആയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് ഇതിന്റെ ആ കാര്യങ്ങളും ബാക്കിയുള്ളൊക്കെ. അല്ല, അതായത് ഞാൻ വേണ്ട ഞാൻ അല്ല, അതിന് വേറെ ഐഡിയ ഉണ്ട്. ഞാൻ ചാർട്ട് ഇടാം, ലൈവ് ചാർട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. ഓക്കെ 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 ഓക്കെ. അതിലെന്താ നമ്മളെ ഈ ഷോർട്ട് ആയിട്ടുള്ള പേരുകളും ബാക്കിയുള്ളൊക്കെ ഒരു PDF ഒക്കെ ഇടുകയാണെങ്കിലേ ആ കുറച്ചും കൂടി ഒരു ഉറപ്പായിട്ടും. സൗകര്യം. ഞാൻ ഉറപ്പായിട്ടും അയച്ചേക്കാം. ആ. ഓക്കെ. അടുത്തതാ ഡൗൺ ട്രെൻഡ് വരുന്ന മാർക്കറ്റ്. ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ഉണ്ടോ. ഇങ്ങനെ വരുന്ന മാർക്കറ്റിൽ നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു അപ്സൈഡ് ട്രേഡ്സ് നോക്കണമെങ്കിൽ ആദ്യമായിട്ട് മാർക്കറ്റ് പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലേ? എന്നാൽ മാത്രമാണ് നമ്മളിതിൽ ഒരു അപ്സൈഡ് ട്രേഡ്സിൽ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഇതിന് ശേഷം നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് മാത്രമേ നോക്കത്തുള്ളൂ. അവിടെ ക്യാരക്ടർ ചേഞ്ച് അല്ലേ? ഇതാണ് ക്യാരക്ടർ ചേഞ്ച്. ഷോർട്ട് നെയിം COCH. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഞാൻ അത് ജസ്റ്റ് ഒന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യും. ഞാൻ 9:30 അയക്കാൻ ലിങ്ക് അയച്ചത്. ബ്രോ 9:30 ഓക്കെ പറഞ്ഞു, എന്ത് 9:30 കയറാന്ന് പറഞ്ഞിട്ട്? ഞാൻ റെഡി ആയിരുന്നു. പിന്നെ ആരും അത് കാണാത്തതുകൊണ്ട് പിന്നെ അത് മാത്രല്ല അതില് പിന്നെ നീ ലിങ്ക് ഇട്ടിട്ടില്ല. ഓക്കെ. ഞാൻ ജസ്റ്റ് ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്താണ്, പിന്നെ ഇൻഫോം ചെയ്യാൻ എന്തായാലും. അപ്പോ ഞാൻ ഇതിൽ വിട്ടുപോയി, ഒരു മീറ്റിംഗിൽ വിട്ടുപോയി ഉണ്ടായത്. അത് കുഴപ്പമില്ല. ഞാൻ ലിങ്ക് ഇടാത്തോണ്ടാണ് പറഞ്ഞത് ആ സമയത്ത്. ആ ഞാൻ ഓക്കെ. ഓക്കെ